കലൂർ നൃത്ത പരിപാടിയുടെ പേരിൽ നടന്നത് വൻ നികുതി വെട്ടിപ്പെന്ന GST വകുപ്പ്. മൃദംഗനാഥം പരിപാടിക്കായി പിരിച്ചെടുത്ത തുകയുടെ 1/4 മാത്രമാണ് നികുതിയായി അടച്ചതെന്ന GST വകുപ്പ്. പരിപാടിയുടെ മറവിൽ വൻ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശൂരിൽ നിന്നും. ലെവിൻ, വലിയ ബിനാമി ഇടപാട് ഈ മൃദംഗനാഥത്തിന്റെ പേരിൽ നടന്നുവെന്നാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് GST വകുപ്പിന്റെ കണ്ടെത്തലുകൾ? മൃദംഗനാഥം പരിപാടിയുടെ പേരിൽ വൻ സാമ്പത്തിക വെട്ടിപ്പും വൻ നികുതി വെട്ടിപ്പും നടന്നതായാണ് GST വകുപ്പിന് GST ഇന്റലിജൻസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾ 3 ജില്ലകളിലെ 6 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇപ്പോൾ GST വകുപ്പ് നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണി മുതൽ അല്പസമയം മുൻപ് വരെ GST വകുപ്പിന്റെ വിവിധ യൂണിറ്റുകൾ, അതായത് വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി യൂണിറ്റുകൾ ചേർന്ന് സംയുക്തമായ പരിശോധനകളാണ് നടത്തിയിരിക്കുന്നത്. മൃദംഗനാഥം എന്ന നൃത്ത പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ, ഓസ്കാർ ഇവന്റ്സ് ഇന്ത്യ എന്നീ 3 സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് GST വകുപ്പ് പരിശോധനകൾ നടത്തിയത്. ഇവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും, അതായത് മൃദംഗ വിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള നികോഷ് കുമാറിന്റെ വയനാട് മേപ്പാടിയിലെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തി. ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള PS ജനീഷിന്റെ തൃശൂരിലെ വീട്ടിലും അയ്യന്തോളിലെ ഓഫീസിലും പരിശോധന നടത്തി. ഇവന്റ്സ് ഇന്ത്യ എന്ന കൊച്ചി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഇവന്റ്സ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ കൊച്ചി പൈപ്പ് ലൈൻ റോഡിൽ തൃക്കാക്കരയിലുള്ള ഓഫീസിലും കാക്കനാടുള്ള കൃഷ്ണകുമാർ എന്ന ഉടമസ്ഥന്റെ വീട്ടിലുമായാണ് സംയുക്തമായി GST വകുപ്പ് പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. പരിശോധനകളിൽ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളാണ് GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മൃദംഗ വിഷൻ, ഇന്ത്യ ഇവന്റ്സ്, ഓസ്കാർ ഇവന്റ്സ് തുടങ്ങിയ കമ്പനികൾക്ക് പുറമെ മറ്റ് ചിലരുടെ ബിനാമി സാമ്പത്തിക ഇടപാടുകളും ഈ 3 സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥരുടെയും സ്ഥാപനങ്ങളുടെയും മറവിൽ നടന്നുവെന്നും മൃദംഗനാഥം എന്ന പരിപാടിയുടെ പേരിൽ 13,000-ൽ പരം ആളുകളിൽ നിന്നും 3,000 രൂപ വീതം പിരിച്ചെടുത്തുകൊണ്ട് 4.5 കോടി രൂപ ഈ ആളുകൾ സമാഹരിച്ചെന്നും, ബിനാമി ഇടപാടുകളിൽ നേതൃത്വം നൽകിയ ആളുകളടക്കം സമാഹരിച്ചെന്നും, ഇതിൽ GST റിട്ടേൺ എന്നുള്ള ഇനയിൽ 25 ലക്ഷം രൂപ മാത്രമാണ് ആദായ നികുതി ചരക്കു സേവന നികുതി വകുപ്പിന് അടച്ചതെന്നും, ഇതിനുശേഷം പരമാവധി മിനിമം ഏറ്റവും ചുരുങ്ങിയത് 70 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇവർ 25 ലക്ഷം രൂപ മാത്രം അടച്ച് വലിയ നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ GST ഇന്റലിജൻസ് വിഭാഗത്തിന് കണ്ടെത്താനായിട്ടുള്ളത്. കോഴിക്കോട്, ഇടുക്കി, തൃശൂർ, എറണാകുളം യൂണിറ്റുകളുടെ സംയുക്ത പരിശോധനയാണ് ഈ 3 ജില്ലകളിലായി നടന്നത്. ഏകദേശം ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടി തുടങ്ങിയ പരിശോധന അല്പസമയങ്ങൾക്ക് മുൻപാണ് പൂർത്തിയായത്. വിശദമായ പരിശോധനകൾ വേണ്ടിവരും. ഈ സ്ഥാപന ഉടമസ്ഥരുടെയും വിവാദ പരിപാടിയുടെ സംഘാടകരായ മുഴുവൻ ആളുകളുടെയും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെളിവ് ശേഖരണവും ഇതിനോടകം തന്നെ ഇന്റലിജൻസ് GST വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. നിർണായകമായ ചില രേഖകളും വിവരങ്ങളും ഇതിനോടകം തന്നെ നടന്ന പരിശോധനയിൽ കണ്ടെത്താനായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൃദംഗ വിഷൻ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികളാക്കപ്പെട്ട ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ 3 പേരും, അതായത് ഓസ്കർ ഇവന്റ്സിന്റെ ഉടമസ്ഥൻ PS ജനീഷും, അതോടൊപ്പം തന്നെ ഇന്ത്യ ഇവന്റ്സിന്റെ ഉടമസ്ഥൻ കൃഷ്ണകുമാറും, അതോടൊപ്പം മൃദംഗ വിഷന്റെ ഉടമസ്ഥനായിട്ടുള്ള കോർഡിനേറ്റർ ആയിട്ടുള്ള നികേഷ് കുമാറും അടക്കം ഇപ്പോൾ ഈ കേസിൽ പ്രതികളായി റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരിൽ ചിലർക്ക് മാത്രം ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കൂടി വിളിച്ചു വരുത്തി സമൻസ് നൽകി വിശദമായ പരിശോധനകളും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടക്കും. ഇവരുടെ ഓഫീസുകളും രേഖകളും അനുബന്ധ രേഖകളും മറ്റും ഇതിനോടകം തന്നെ GST വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ മുൻകാല സാമ്പത്തിക ഇടപാടുകൾ, മുൻകാല ഇവർ നടത്തിയ പരിപാടികളുടെ വിശദാംശങ്ങൾ എന്നിവ വരും ദിവസങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തും. ഇതിനോടകം തന്നെ പിടിച്ചെടുത്ത രേഖകളും തെളിവുകളും അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ GST വകുപ്പ് പരിശോധിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ ക്രമക്കേടാണ് ഈ പരിപാടിയുടെ പേരിൽ നടന്നിട്ടുള്ളത്. വലിയ നികുതി വെട്ടിപ്പിന് പുറമെ ബിനാമി സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇതിന്റെ ഭാഗമായി നടന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മുൻകാല ഇടപെടലുകളും സാമ്പത്തിക ഇടപാടുകളും അടക്കം പരിശോധിക്കുമ്പോൾ വലിയ ക്രമക്കേടുകൾ തന്നെ സാമ്പത്തികമായി നടന്നിട്ടുണ്ട്. സർക്കാരിൽ നികുതി വെട്ടിച്ച് ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ പ്രാഥമിക
നടത്തിയിട്ടുള്ള പരിശോധനയിൽ GST ഇന്റലിജൻസിന് കണ്ടെത്താനായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സമൻസ് നൽകിക്കൊണ്ട് ഈ കേസിൽ ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ വിവാദ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് GST വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഏകദേശം 9 മണിക്കൂറോളം നീണ്ടുനിന്ന റെയ്ഡാണ് 3 ജില്ലകളിൽ നടന്നത്. 3 ജില്ലകളിലായി 6 കേന്ദ്രങ്ങളിലായി വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഏറ്റവും നിർണായകരമായ വിവരങ്ങളാണ് GST വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇവർ നടത്തിയ മുൻകാല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സൂചനകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഏതായാലും ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ ഒരു പരിപാടിയെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അതായത് 3 കമ്പനികളുടെയും ഉടമസ്ഥരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ GST ഇന്റലിജൻസ് സ്വമേധയാ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തും. ഇതിൽ തന്നെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജെനീസിന് നേരത്തെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധനകൾ നേരിടേണ്ടി വന്നിരുന്നു. അന്നെല്ലാം വിവിധ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫൈൻ അടച്ച് ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വിവാദത്തിന് പിന്നാലെ GST ഇന്റലിജൻസ് വിഭാഗം ഉണർന്നു പ്രവർത്തിച്ചു, കൃത്യമായ ഇടപെടൽ നടത്തി, കൃത്യമായ പരിശോധനകളിലൂടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും കണ്ടെത്താമെന്നുള്ളതാണ് ഈ ഇന്റലിജൻസ് GST വിഭാഗത്തിന്റെ പ്രതീക്ഷ. അരുണ്യ.